نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പ്രപഞ്ച രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും തഖ്വയോടെ കാത്തുസൂക്ഷിച്ച് രഹസ്യ പരസ്യ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു. അർഹിക്കുന്ന ഗൗരവത്തിൽ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവിന് കാരണമായ ഒരു സംഭവമായിരുന്നു ഹുദൈബിയ സന്ധി. ആ ഹുദൈബിയ സന്ധി നടന്ന ദിവസത്തെ പ്രഭാതം, അന്നത്തെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് റസൂലുള്ള സ്വഹാബത്തിന്റെ നേരെ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, അത്തദറൂന മാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് ഇന്നത്തെ ഈ സുബ്ഹിക്ക് എന്നോടൊരു കാര്യം പറഞ്ഞു, അതെന്തെന്ന് നിങ്ങൾക്കറിയാമോ? സ്വഹാബിമാർ അറിവില്ലാത്ത വിഷയങ്ങളിൽ സാധാരണ പറയാറുള്ള ഉത്തരം പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹുവും അതിനുശേഷം അവിടുത്തെ പ്രവാചകനുമാണ് കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്, ഞങ്ങൾക്കറിയില്ല എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റബ്ബ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ ദിവസത്തിന്റെ പ്രത്യേകത, തലേ ദിവസം രാത്രി മഴ പെയ്തിരുന്നു. മഴ പെയ്ത് ചോർന്ന അവസ്ഥയിലാണ് പ്രഭാതമായത്. റസൂലുള്ള പറഞ്ഞു, അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വകാഫിറുൻ, ഇന്നത്തെ ഈ പ്രഭാതം, ഈ നേരം പുലർന്നപ്പോൾ എൻ്റെ അടിമകളിൽ ചില ആളുകൾ മുഅ്മിനുകളായിക്കൊണ്ടാണ് അവർക്ക് പ്രഭാതമായത്, മറ്റു ചില ആളുകൾ കാഫിറുകളായിട്ടാണ് അവർക്ക് പ്രഭാതമായത്. എന്നിട്ട് റസൂലുള്ള അതിന്റെ വിശദീകരണങ്ങൾ അറിയിക്കുന്നു. മുതിർന ബിഫദ്ലില്ലാഹി വറഹ്മതി, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ലഭിച്ച മഴയുടെ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവന്റെ ഔദാര്യവും റഹ്മത്തും കാരണത്താൽ മഴ ലഭിച്ചു എന്ന് പറഞ്ഞവർ മുഅ്മിനുൻ ബി കാഫിറുൻ ബിൽ കവാകിബ്, അങ്ങനെ നിലപാട് പ്രഖ്യാപിച്ചവരാണ് എന്നിൽ വിശ്വസിക്കുകയും നക്ഷത്രങ്ങളെ അവിശ്വസിക്കുകയും ചെയ്തവർ. തുടർന്ന് റസൂലുള്ള പറയുന്നു, ഫഅമ്മാ മൻ ഖാൽ മുതിർനാ ബിനൗഇ കദാ വകദാ, ഇന്നാലിന്ന ഞാറ്റുവേല കൊണ്ടാണ് മഴ ലഭിച്ചത്, ഇന്ന കാരണത്താലാണ് മഴ ലഭിച്ചത് എന്ന് പറഞ്ഞ് അതിന് പിന്നിലുള്ള അള്ളാഹുവിന്റെ സംവിധാനത്തെക്കുറിച്ചും തീരുമാനത്തെക്കുറിച്ചും വിസ്മരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തുകൊണ്ട് പ്രകൃതിയുമായി ബന്ധപ്പെട്ട അവരുടെ ഏതെങ്കിലും വിശ്വാസങ്ങളിലേക്കോ കാരണങ്ങളിലേക്കോ മഴയുടെ കാരണത്തെ ചേർത്ത് പറഞ്ഞുകൊണ്ട് ദൈവീകമായ അനുഗ്രഹത്തെ വിസ്മരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു പറയുന്നു, ഫദാലിക കാഫിറുൻ ബി
മുഅ്മിനുൻ ബിൽ കവാകിബ്. അങ്ങനെ പറയുന്നവർ ഞാൻ നൽകിയ അനുഗ്രഹത്തെ നിഷേധിക്കുന്ന കാഫിറും കവാകിബ് എന്ന നക്ഷത്രങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്തവരാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മഴ അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ഓരോ പ്രദേശങ്ങൾക്കും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾക്കനുസരിച്ച് അള്ളാഹു നിശ്ചയിക്കുന്ന അളവിലും സന്ദർഭങ്ങളിലും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളും വർഷങ്ങളായി മഴ ലഭിക്കാത്ത പ്രദേശങ്ങളും ലോകത്തുണ്ട്. അതിന് പിന്നിലുള്ള കാരണങ്ങളെ തിരയുമ്പോൾ കേവലമായ ശാസ്ത്രീയമായ ചില കാരണങ്ങളിൽ മാത്രം ഒതുങ്ങി ഇതിന് പിന്നിലുള്ള ദൈവികമായ തീരുമാനങ്ങളെ സംബന്ധിച്ച്, അള്ളാഹുവിന്റെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വിസ്മരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുക എന്നത് സത്യവിശ്വാസികൾക്ക് യോജിച്ചതല്ല എന്നത് ഈ ഒരു ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നു, ജനങ്ങളിൽ ചില രീതിയുണ്ട്. മഴ ലഭിച്ചാൽ അവർ പറയും അവിടുത്തെ ആ സമ്മർദ്ദം കൊണ്ടാണ്, കാറ്റ് കൊണ്ടാണ്, അതല്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്ന് പറഞ്ഞ് പ്രകൃതിയിലുള്ള ചില കാരണങ്ങളിൽ ഒതുങ്ങി നിർത്തുന്ന സംസാരങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അത് കുഫറിന്റെ ശിർക്കിന്റെ നിലപാടുകളാണ് എന്ന് ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ഈ വിഷയത്തിൽ തിരിച്ചറിയേണ്ടത്, മഴ വർഷിപ്പിക്കുന്നത് അല്ലാഹുവാണ്. മഴ ലഭിക്കാനുള്ള കാരണങ്ങൾ, അസ്ബാബുകൾ, ആ കാരണത്തെ പടച്ചതും അല്ലാഹുവാണ്. അവനാണ് മുസബ്ബിബുൽ അസ്ബാബ്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടപടിക്രമങ്ങളായി നടക്കാൻ ആവശ്യമായ കൃത്യമായ സംവിധാനങ്ങൾ നിശ്ചയിച്ചതും അല്ലാഹുവാണ് എന്നതുകൊണ്ട് അല്ലാഹുവിനെ ഓർക്കാനും അവന്റെ സഹായം തേടാനും അവന്റെ ഫضل കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന തിരിച്ചറിവിലൂടെ ജീവിക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബാധ്യതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. കേരളത്തിൽ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ, ഇന്നലെ രാത്രി, മിനിയാന്ന് രാത്രി, ചില പ്രദേശങ്ങളിൽ ശക്തമായി ഏതാനും ചില നിമിഷങ്ങൾ ശക്തമായി മഴ ലഭിച്ച സ്ഥലങ്ങളുണ്ട്. കഴിഞ്ഞ ഈ സമയം ഇതുവരെ മഴ ലഭിക്കാത്ത പ്രദേശങ്ങളുമുണ്ട്. നമ്മുടെ നാടുകളിൽ മുസ്ലിമീങ്ങൾ പള്ളികളിലും അല്ലാതെയും വ്യക്തിപരമായും സംഘടിതമായും മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി. ചില മഹല്ലുകളിൽ സ്വലാത്തുൽ ഇസ്തിസ്ഖാ എന്ന പേരിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടന്നു. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ഇതൊരു പുതുമയായത് കൊണ്ട് ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ അത്തരം ചില സംഭവങ്ങൾ വലിയ വാർത്താ പ്രാധാന്യത്തോടു കൂടിയാണ് അവരത് എയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരിതുമായി ബന്ധപ്പെട്ട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഒരു ഒരുമിച്ച് കൂടൽ, എന്താണ് ഈ ഒരു നിസ്കാരം, ഇതെന്താണ് ഈ പ്രാർത്ഥന എന്ന് ചോദിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഇതിനെക്കുറിച്ച് ചോദിച്ചതും അതിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഉൾക്കൊള്ളുന്ന വീഡിയോ ബൈറ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും കണ്ടവരായിരിക്കും നമ്മൾ. അത്തരം വീഡിയോകൾ കാണുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമന്റുകളിൽ ചില ആളുകൾ, യുക്തിവാദികളായ വിവരദോഷികളായ ചില ആളുകൾ പറയുന്നത്, ഇവർ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്, മഴ ലഭിക്കുന്നത് ദൈവമുള്ളത് കൊണ്ടാണോ എന്ന് പരിഹസിച്ച് ചോദിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. മഴ ലഭിക്കാൻ നേരത്തെ ഇവരിങ്ങനെ ഒരു നാടകം നടിച്ച് ഈ ക്രെഡിറ്റ് ദൈവത്തിന് ഇവരങ്ങ് സ്ഥാപിച്ചു കൊടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന യുക്തിവാദികളുടെ പരിഹാസശരം അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഈ ഉമ്മത്തിനെ കിതാബിന്റെയും സുന്നത്തിന്റെയും വഴികളിൽ ചേർത്ത് പിടിക്കേണ്ട പുരോഹിതന്മാർ ഈ സന്ദർഭം പോലും അന്ധവിശ്വാസങ്ങൾക്കും ചൂഷണങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ്. മമ്പുറം തങ്ങളെ സംബന്ധിച്ച്, മമ്പുറം മഖാമിനെ സംബന്ധിച്ച്, അവിടുത്തെ കൊടിമരം പിടിച്ചാൽ, ആ കൊടിമരവുമായി നടന്നാൽ ആ നടക്കുന്ന പ്രദേശങ്ങളിൽ മഴ ലഭിക്കും. അതേപോലെ ആ കൊടിമരം എവിടെയെങ്കിലും സ്ഥാപിച്ചാൽ അവിടെ മഴ ലഭിക്കുമെന്ന പിഴച്ച അന്ധവിശ്വാസങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഇത്തരം സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുരോഹിതന്മാർ ഒരു വഴിക്ക്, യുക്തിവാദികൾ മറ്റൊരു വഴിക്ക്. എല്ലാവരും ഫലത്തിൽ അള്ളാഹുവിനെയാണ്, അവന്റെ അനുഗ്രഹത്തെയാണ് നിഷേധിക്കുന്നത് എന്നത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഈ വിഷയത്തിൽ വിശുദ്ധ ഖുർആനിന്റെ ചില വളരെ ശ്രദ്ധേയമായ ചില പരാമർശങ്ങൾ നോക്കുക. വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, നിങ്ങൾക്ക് പ്രതീക്ഷയും ഭയവും സൃഷ്ടിച്ചുകൊണ്ട് ഇടിമിന്നൽ സംവിധാനിച്ചത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ്, അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. വയുനസ്സിലു മിനസ് സമാഇ മാഅ,
അങ്ങനെ അല്ലാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നു. ഫയുഹ്യി ബിഹിൽ അർള ബഅദ മൗതിഹാ, നിർജീവമായ അവസ്ഥയ്ക്ക് ശേഷം ഭൂമിയിൽ പച്ചപ്പുള്ള ഭൂമിയെ സജീവതയുള്ളതാക്കുന്നത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. നമുക്ക് പരിചയമുള്ളതാണ്. ഈർപ്പമില്ലാത്ത, ഉൽപാദനക്ഷമമല്ല എന്ന് തോന്നുന്ന വരണ്ടുണങ്ങിയ മണ്ണിൽ ആകാശത്ത് നിന്നുള്ള മഴ വർഷിക്കുമ്പോൾ അവിടെ സസ്യങ്ങൾ മുളക്കുന്നു, ധാന്യങ്ങൾ മുളക്കുന്നു എന്ന ഒരു അത്ഭുതകരമായ പ്രതിഭാസം നിർജീവമായ അവസ്ഥയ്ക്ക് ശേഷം ജീവസുറ്റ അവസ്ഥയെ നിശ്ചയിക്കും വിധം മഴയെ സംവിധാനിക്കുന്നവൻ, വെള്ളത്തെ ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുർ റൂമിലൂടെ പരിചയപ്പെടുത്തുന്നു. മറ്റൊരു ഭാഗത്ത് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, ഹുവല്ലദീ അൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവൻ അത് അല്ലാഹുവാണ്. ലകും മിൻഹു ശറാബുൻ, ആ മഴവെള്ളത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള കുടിനീര്, കുടിവെള്ളം ലഭിക്കുന്നു എന്ന് അല്ലാഹു സൂചിപ്പിക്കുന്നു. വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ, നിങ്ങളുടെ കന്നുകാലികൾക്ക് മേഞ്ഞു നടക്കുമ്പോൾ ഭക്ഷിക്കുവാനുള്ള ചെടികൾ, ഇലകൾ അതെല്ലാം ലഭിക്കുന്നത് ഈ മഴ കൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി വിശുദ്ധ ഖുർആനിന്റെ ശൈലി, വഅൻസൽനാ മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുന്നത് ഞാനാണ്, റബ്ബാണ്. ഫഅസ്കൻ മാഅൻ ബിഖദരിൻ, ആകാശത്ത് നിന്ന് വെള്ളം കൃത്യമായ ഒരു അളവിൽ, നിശ്ചിതമായ അളവിൽ ഓരോ പ്രദേശങ്ങൾക്കും വർഷിപ്പിക്കുന്നത് ഞാനാണ്. ഇപ്പൊ മഴയുള്ള സമയത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകൾ പറയും, ഇതെന്താ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണോ മഴ, ഇപ്പുറത്തെ മഴ, തൊട്ടപ്പുറത്തെ മഴല്ല എന്ന നിലക്ക് അത്ഭുതം കൂറാറുണ്ട്. ഓരോ പ്രദേശങ്ങൾക്കും മഴ അത് ഒരു നിശ്ചിത അളവിൽ നൽകുന്നത്, അളവ് നിശ്ചയിക്കുന്നത്, കൊടുക്കണമെന്നോ കൊടുക്കണ്ട എന്നോ തീരുമാനിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ വെള്ളത്തെ ഭൂമിയിൽ തങ്ങി നിർത്തുന്ന അവസ്ഥയിൽ പിന്നീട് അവരുടെ ആവശ്യത്തിന്, ജലസേചനത്തിന്, കുടിവെള്ളത്തിന് കുളത്തിലും പുഴയിലും കിണറുകളിലുമെല്ലാം ജലസ്രോതസ്സുകളിൽ അവർക്ക് ആവശ്യമായ വെള്ളം ലഭ്യമാകും വിധം സംവിധാനിച്ചത് അള്ളാഹുവാണ്. എന്നിട്ട് റബ്ബ് അവിടെ പറയുന്നു, നിങ്ങൾക്ക് ലഭിച്ച ഈ വെള്ളം വറ്റിച്ച് കളയാൻ, അത് നിങ്ങൾക്ക് ലഭ്യമല്ലാത്ത രൂപത്തിൽ എടുത്തു കളയാൻ അള്ളാഹു ശക്തനാണ് എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിലുള്ള ഓരോ സൂക്ഷ്മമായ നിലപാടുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. സാധാരണ മഴയെക്കുറിച്ച് ആളുകൾ സാധാരണ ഒരു പ്രാഥമികമായ ശാസ്ത്രപാഠമായി മനസ്സിലാക്കിയിട്ടുള്ളത്, വെള്ളം അത് ചൂടേറ്റ് നീരാവിയായി ആകാശത്തേക്ക് ഉയരുന്നു. ആ ജലഗണങ്ങൾ പിന്നീട് പ്രത്യേക പ്രോസസ്സിന് ശേഷം വിധേയമായി കൊണ്ട് അത് കാർമേഘങ്ങളാവുന്നു. ആ കാർമേഘങ്ങൾ അതിനെ കാറ്റ് ചലിപ്പിക്കുന്നു. ചില പ്രദേശങ്ങളിൽ മഴ പെയ്യുന്നു. ഇതിന്റെ ഒരു ബേസിക് സയൻസായി, അടിസ്ഥാന പാഠമായി നമ്മൾ പറയാറുണ്ട്. ഈ ആധുനിക ശാസ്ത്രം വികസിച്ചിട്ടില്ലാത്ത, ഇത്തരം നിരീക്ഷണങ്ങൾ നടന്നിട്ടില്ലാത്തൊരു കാലത്ത് വിശുദ്ധ ഖുർആൻ നടത്തിയ പ്രയോഗം, അലം തറ അന്നല്ലാഹ യുസ്ജി സഹാബ, കാർമേഘത്തെ തെളിച്ചു കൊണ്ടുവരുന്നത് അല്ലാഹുവാണ് എന്ന് നിങ്ങൾ കാണുന്നില്ലേ? സുമ്മ യുഅല്ലിഫു ബൈനഹു, എന്നിട്ട് അവയെ പരസ്പരം, കാർമേഘങ്ങളെ, ജലഗണങ്ങളെ സംയോജിപ്പിക്കുന്നത് റബ്ബാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? സുമ്മ യജഅലുഹു റുകാമൻ ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലിഹി, അത് പിന്നീട് ധാരാളം മഴ പെയ്യുന്ന രൂപത്തിലുള്ള അവസ്ഥയിൽ അത് മാറുന്നത് നിങ്ങൾ കാണുന്നില്ലേ? വയുനസ്സിലു മിനസ് സമാഇ മിൻ ജിബാലിൻ ഫീഹാ മിൻ ബർദിൻ, അങ്ങനെ ആ മേഘക്കീറുകളിൽ നിന്ന്, ആകാശത്തെ കാർമേഘങ്ങളിൽ നിന്ന്, ആകാശത്തെ പർവ്വതം പോലെയുള്ള ആ കാർമേഘങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് മഴ വർഷിക്കുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതെല്ലാം റബ്ബാണ് നിശ്ചയിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൂക്ഷ്മമായി ഈ രംഗത്തുള്ള ചില ശാസ്ത്രീയമായ ആ
ഘട്ടങ്ങളെ സംബന്ധിച്ച് പോലും വിശുദ്ധ ഖുർആനിന്റെ പരാമർശങ്ങൾ സൂറത്തു നൂറിന്റെ വാചകങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ലോകരാജ്യങ്ങൾ രണ്ട് രീതിയിലുള്ള സാഹചര്യത്തെ നോക്കുന്നത് കാണാം. നിങ്ങൾക്ക് ഇന്റർനെറ്റിലെ ആധികാരികമായ വിശ്വസ്തമായ സോഴ്സുകൾ നോക്കിയാൽ അറിയാം. കഴിഞ്ഞ 3 വർഷമായി മഴ പെയ്യാത്ത ചില രാജ്യങ്ങളുണ്ട്. 10 വർഷമായി 30 വർഷമായി മഴ ലഭിക്കാത്ത ചില പ്രദേശങ്ങളുണ്ട്. അങ്ങോട്ടേക്ക് ആവശ്യമായ പല ജലസേചന പദ്ധതികൾ, സംവിധാനങ്ങൾ, അതിനുള്ള പരിശ്രമത്തിലാണ് ശാസ്ത്രം. അതേപോലെ കൃത്രിമമായി മഴ പെയ്യിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ, അതിന് കോടിക്കണക്കിന് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി മനുഷ്യരതിന്റെ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മഴയില്ലാതെയായാൽ മനുഷ്യരതിരാശയാണ്, അവന് ആദിയാണ്. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ മിൻ ബഅദി മാ ഖനതു വയൻഷുറു റഹ്മതഹു. മനുഷ്യരെ ആശയറ്റ് പോകുന്ന നിരാശരായ സാഹചര്യത്തിൽ അവർക്ക് ആവശ്യമായ മഴ അനുഗ്രഹമായി നൽകുന്നത് അല്ലാഹുവാണ്. മഴയിലൂടെ കാരുണ്യത്തെ വ്യാപിപ്പിക്കുന്നവനും റബ്ബാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വിഷയത്തിൽ ഇതൊരു അടിസ്ഥാന പാഠമാണ്. ഈ രംഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച യുക്തിവാദികളുടെ പരിഹാസങ്ങൾക്കും പുരോഹിതന്മാരുടെ ചൂഷണങ്ങൾക്കും ഇടയിൽ കിതാബിന്റെയും സുന്നത്തിന്റെയും ഈ രംഗത്തുള്ള ഗണ്യതമായ ആ നിലപാടുകളെ സംബന്ധിച്ചുള്ള ബോധവും ബോധ്യവും നമുക്കുണ്ടാവണം. ഈ അനുഗ്രഹത്തിന്റെ ദാതാവ് അല്ലാഹുവാണ് എന്നതുകൊണ്ട് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലുള്ള പ്രാർത്ഥനകളും അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 21-ാമത്തെ ആയത്താണ് വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ കൽപ്പന. വിശുദ്ധ ഖുർആനിൽ മനുഷ്യ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് കാണുന്ന 1-ാമത്തെ ആഹ്വാനം, യാ അയ്യുഹല്ലദീന ആമനു അബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെ പടച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങളുടെ പൂർവീകരെ പടച്ച റബ്ബിനെ ആരാധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, അവനാണ് ഭൂമിയെ മെത്തയാക്കിയത്, ആകാശത്തെ മേൽക്കൂരയാക്കിയത്, വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് മഴ വർഷിപ്പിച്ചത്. ഈ അനുഗ്രഹങ്ങൾ നൽകിയ അല്ലാഹുവിന് നിങ്ങളൊരു സമന്മാരെ ഉണ്ടാക്കരുത്. ഫലാ തജഅലു ലില്ലാഹി അൻദാദാ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് അനുഗ്രഹദാതാവ് റബ്ബാണെന്നറിഞ്ഞിട്ട്, ആ അനുഗ്രഹം തീരുമാനിക്കുന്നത് റബ്ബാണെന്ന് ബോധ്യപ്പെട്ടിട്ട്, ആ അനുഗ്രഹത്തിന് ഞാൻ സഹായം തേടേണ്ടത് എൻ്റെ നാഥനോടാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അല്ലാഹുവല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അവനല്ലാത്തവരോട് സഹായം തേടുന്നത്, ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മറ്റു സൃഷ്ടികളോട്, ശക്തികളോട്, വ്യക്തികളോട് സഹായം തേടുക എന്ന ശിർക്ക് നിങ്ങൾ ചെയ്തുകൂടാ എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വിഷയങ്ങളിൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ മാറി വരുന്ന സാഹചര്യങ്ങളിൽ മുസ്ലിം എന്ന നിലയിൽ അനക്കങ്ങളിൽ, ഇളക്കങ്ങളിൽ, നടത്തങ്ങളിൽ, എല്ലാ രംഗങ്ങളിലും വിശുദ്ധ ഖുർആൻ ഗണ്യതമായ ചില മാർഗരേഖ നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് നാം ഓർക്കണം എന്ന നിലക്കാണ് ഞാൻ ഈ വിഷയത്തിന്റെ ഈ മേഖലകൾ ഇന്നത്തെ ഈ ഖുത്ബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിആയ ഇൽമ് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിതഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ 10ാം ക്ലാസ്, +2 റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പല സ്ഥാപനങ്ങളും കുടുംബങ്ങളും വീടുകളിലുമെല്ലാം ഉന്നത വിജയം നേടിയ, ഏറെക്കുറെ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന സംഭവങ്ങൾ തകൃതിയായി നടക്കുന്നുണ്ട്. അർഹതപ്പെട്ടവർ അംഗീകരിക്കപ്പെടണം എന്നതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങൾ തീർച്ചയായും തുടരേണ്ടതാണ്, ഒരു സംശയവുമില്ല. എന്നാൽ അതിൻ്റെ കൂടെ അത്തരം മികച്ച നേട്ടം അക്കാദമിക മേഖലയിൽ ഒരാൾക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് അവരെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന, കുത്തി നോവിപ്പിക്കുന്ന, അവരിൽ ഒരു
ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കുന്ന, അപകർഷതാ ബോധം വളർത്തുന്ന, നിനക്കൊന്നും ഇനി ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയൂല എന്ന നിലക്കുള്ള ലോകം തിരിയാത്ത സംസാരങ്ങൾ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ഒരു കാരണവശാലും ഉണ്ടാവരുത്. ഒരു 30 കൊല്ലം മുമ്പ് നമ്മുടെയൊക്കെ നാട്ടിലുള്ള ആളുകളുടെ റിസൾട്ട് നോക്കാം. ഒരു കാലത്ത് 210 ഒരു റിസർവേഷൻ പാസ്സായ ഒരു കാലുണ്ട്. അതുപോലും പാസ്സാവാത്ത പല ആളുകളും ഒരു ചാൻസിൽ പൊട്ടിയപ്പോൾ പിന്നെ പരീക്ഷ തന്നെ എഴുതാത്ത ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതേപോലെ ഡിസ്റ്റിങ്ഷൻ ലഭിച്ചവരും റാങ്ക് ലഭിച്ചവരൊക്കെ ഉണ്ട്. ഒരു 10-30 കൊല്ലം ഇപ്പുറത്ത് ഓരോരുത്തരും ജീവിതത്തിൽ സെറ്റിലായ മേഖലകൾ നോക്കുമ്പോൾ ജീവിതത്തിൽ വിജയം, ഭൗതികമായി എന്താണ് സക്സസ്, എന്താണ് അച്ചീവ്മെന്റ് എന്ന് നോക്കുമ്പോൾ ആ 10ാം ക്ലാസ്സിലെ റിസൾട്ട് അത് പരിധിയിലധികം നമ്മൾ വല്ലാതെ ബേജാറാകേണ്ട ഒന്നാണോ അല്ലേ എന്നതിൽ നമുക്ക് കൃത്യമായ പാഠങ്ങൾ ആ രംഗത്ത് കിട്ടും. തീർച്ചയായും ഇതൊക്കെ ആവശ്യമാണ്. അത്തരം നേട്ടങ്ങൾ ഉള്ളവർക്ക് തുടർ പഠനം കൂടുതൽ എളുപ്പമാണ്. സ്കോളർഷിപ്പുകളും ഫെലോഷിപ്പുകളും കിട്ടി ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പഠിക്കാനും ഏറ്റവും നല്ല പ്രൊഫഷനുകളിൽ എത്താനൊക്കെ അവർക്ക് അവസരം ലഭിക്കുന്നു എന്നതിൻ്റെ കൂടെ മറ്റുള്ള ആളുകൾ റിക്ഷ വലിക്കുന്ന, ചെരുപ്പ് കുത്തുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൽ ആകെ പുറംപോക്കിലേക്ക് ആട്ടിയോടിക്കപ്പെട്ടവരായി ഒന്നിനും ഗതിയില്ലാത്ത, പരിഗതിയില്ലാത്ത ആളുകളൊന്നല്ല ആയിട്ടുള്ളത് എന്നതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് നമ്മുടെ കുട്ടികൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുക. പഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ അത്തരം ഒരു ട്രെൻഡും നമ്മൾ ഉണ്ടാക്കരുത്. ബുദ്ധി, പൊട്ടൻഷ്യൽ, കപ്പാസിറ്റി ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന, ഓരോരുത്തരിലുമുള്ള വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സ് ഏറ്റവും ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാവർക്കും പിന്തുണ നൽകുന്ന, പിൻബലം നൽകുന്ന ഒരു സാഹചര്യം റബ്ബ് നൽകിയ അത്തരം അനുഗ്രഹങ്ങളെ കൃത്യമായി ഉപയോഗപ്പെടുത്തുവാൻ രക്ഷിതാക്കൾ, അധ്യാപകര്, ജനനായകന്മാർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ കഴിഞ്ഞാൽ ഉപരിപഠനം ഇനി എന്താവണം, ഏത് മേഖലയിൽ പോകണം എന്നതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ഒരു ഘട്ടമാണ്. നമുക്ക് ഇപ്പം രക്ഷിതാക്കൾക്ക് ഒരു സ്വപ്നം ഉണ്ടാവും, എൻ്റെ കുട്ടി ഇന്നതാവണം, അല്ലെങ്കിൽ അങ്ങനെ ഓരോരുത്തർ ചിലപ്പോൾ കുട്ടിക്കുണ്ടാവും ഓരോ സ്വപ്നം. പക്ഷെ ആ പഠന മേഖലയ്ക്ക് ആവശ്യമായ അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള ഒരു ശേഷി നമ്മുടെ കുട്ടിക്കുണ്ടോ, അതിനുള്ള പാഷൻ ഉണ്ടോ, അതിനാവശ്യമായ കഴിവുകളുണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതെല്ലാവർക്കും കൂടി ഏത് കോഴ്സ് കൊടുക്കാം എന്ന ഒരു വിചാരമുണ്ട്. അത് അബദ്ധമാണ്. ഓരോരുത്തർക്കും ഓരോ പൊട്ടൻഷ്യലും ശേഷിയും യൂണിക്കായ സവിശേഷമായ പ്രത്യേകത ഉണ്ടാവും. അതിന് അഭിരുചി പരീക്ഷകൾ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസ രംഗത്തെ കൺസൾട്ടൻസികൾ അത് നടത്തുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് ഏജൻസികളുണ്ട്. അത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ സമയവും പണവും പാഴാവില്ല എന്ന് ഉറപ്പുവരുത്താനുള്ള സമീപനം നടത്തണം. പരലോകത്ത് അള്ളാഹു ധനം എന്തിന് ചെലവഴിച്ചു, ആയുസ് എന്തിന് നശിപ്പിച്ചു എന്ന് ചോദിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ചില ആൾക്കാരൊക്കെ മനസ്സോടെ ചില കോഴ്സ് എടുക്കും, അവസാനം ജീവിതത്തിൽ വിചാരിച്ച പോലെ ഒരു നേട്ടം കൈവരിക്കാത്തപ്പോൾ നിരാശയാണ്. ഞാൻ അന്നാണെങ്കിൽ ആ കോഴ്സ് എടുത്തു, അതിന് എവിടെയും റെലവൻസ് ഇല്ല, ആ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞ് നിരാശപ്പെടുന്ന പല ആളുകൾ. അതിൻ്റെ പേരിൽ വീട്ടിൽ പ്രശ്നങ്ങൾ, ഉപ്പയോട് ഉമ്മയോട് അകൽച്ച, ഇങ്ങനെയുള്ള നിരാശാ ജന്മങ്ങളെ നമ്മൾ ബാക്കിയാക്കരുത്. ഈ രംഗത്തൊക്കെ കൃത്യമായി ഒക്കെ അന്വേഷിക്കാനും പഠിക്കാനൊക്കെ സംവിധാനമുണ്ട്. ഒരു കോഴ്സിൻ്റെ ഇന്നത്തെ റെലവൻസ്, ഒരു സർവകലാശാലയുടെ ഇന്നത്തെ നിലനിൽപ്പ്, അതിൻ്റെ റാങ്കിങ്, അവിടുത്തെ അധ്യാപക ഫാക്കൽറ്റിയുടെ മേന്മ, അവിടെ പഠിച്ച് ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ ആ ട്രാക്ക് റെക്കോർഡ്, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കേണ്ടത്. ആ രംഗത്തൊക്കെ ഈ കാലഘട്ടത്തിന്റെ, ഈ 21ാം നൂറ്റാണ്ടിന്റെ ഒരു ബോധ്യം, ധാരണ നമുക്കുണ്ടാവണം. മൂന്നാമത്തെ കാര്യം, നമ്മളെ കുട്ടികൾക്ക് നമ്മൾ ഒരു കോഴ്സ് എടുത്താലും, ഒരു ക്യാമ്പസ് തിരഞ്ഞെടുത്താലും, ഒരു ഹോസ്റ്റൽ തിരഞ്ഞെടുത്താലും മുസ്ലിമായി ജീവിക്കാനുള്ള അന്തരീക്ഷം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ചില സ്ഥാപനങ്ങളിൽ അവിടുത്തെ ആ അധ്യയന സമയത്ത് പുറത്തിറങ്ങ, ക്യാമ്പസിന്റെ കോമ്പൗണ്ടിന്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് വെള്ളിയാഴ്ച ജുമക്ക് പോവാതെ 4-5 വർഷം കോഴ്സുകൾ ചെയ്യുന്ന ആളുകളുണ്ട്.
ചില സ്ഥാപനങ്ങളിൽ സ്കാർഫ്, മഫ്ത അത് ധരിക്കാൻ അനുവാദം ഉണ്ടാവില്ല, ഫുൾ സ്ലീവ് ധരിക്കാൻ അനുവാദം ഉണ്ടാവില്ല. അപ്പൊ ഒരു സ്ഥാപനത്തെ കുറിച്ച്, അവിടുത്തെ അന്തരീക്ഷം, അവിടെ പഠിക്കുമ്പോൾ ആ കാലത്ത് എന്തായിരിക്കും കുട്ടിന്റെ അവസ്ഥ, ഇതൊക്കെ മുൻകൂട്ടി അന്വേഷിക്കണം. അവനാന്റെ കോഴ്സ് നോക്കുക, സ്ഥാപനം നോക്കുക, ബാക്കിയൊന്നും നോക്കാത്ത ഒരു സാഹചര്യം ഒരിക്കലും തന്നെ പാടുള്ളതല്ല. മക്കൾ അള്ളാഹു നൽകിയ അമാനത്താണ്, അവർ ദീനിയായി വളരുന്നു എന്നത് നമ്മൾ ഉറപ്പുവരുത്തണം. അതേപോലെ ചില സ്ഥാപനങ്ങളിൽ ഈ എന്താ പറയാ, ഈ ഇന്നത്തെ സാമൂഹികമായ പല തിന്മകളും അരാജകത്വങ്ങളും വ്യാപകമാണ്. അപ്പൊ അത്തരം ക്യാമ്പസുകൾ നമ്മൾ ഒപ്റ്റ് ചെയ്യരുത്, സ്വീകരിക്കരുത്. ഒരു കോഴ്സ് കഴിയുമ്പോൾ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം, ലഹരിക്ക് അടിമപ്പെടുക, അതേപോലെ ദീന് വലിച്ചെറിഞ്ഞ് താന്തോന്നികളായി, തോന്നിവാസികളായി, മുർത്തദ്ദുകളായി, ദൈവനിഷേധികളായി ജീവിക്കുന്നവരാകുന്ന അത്തരം പശ്ചാത്തലം ചില ക്യാമ്പസുകളിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും നമ്മൾ ഗൗരവമായി ശ്രദ്ധിക്കണം. അവസാനത്തെ ഒരു കാര്യം, സാധാരണ നമുക്ക് ഇന്നത്തെ ഒരു കാലത്ത് ഒരു കോഴ്സ്, സാധാരണ ഒരാൾ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട മേഖലയിലായിരിക്കും അവർക്ക് ജോലി ലഭിക്കുക. അതുകൊണ്ട് തന്നെ മുമ്പൊന്നും അങ്ങനല്ല, പഠിച്ച കോഴ്സ് വേറെ, ചെയ്യുന്ന ജോലി വേറെ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന മിക്ക ആളുകളുടെ അവസ്ഥ അതാണ്. പക്ഷെ ഏറ്റവും പുതിയ ഈ രംഗത്തുള്ള ട്രെൻഡ്, ഒരു തൊഴിൽ ദാതാവ് തൻ്റെ കീഴിൽ ഒരാളെ ജോലിക്കെടുക്കുമ്പോൾ ഇയാൾ ജോലിക്ക് കയറിയിട്ട് പിന്നെ പഠിച്ചോട്ടെ എന്നല്ല, ഇതിനാവശ്യമായ ഒരു ശേഷി അവനുണ്ടോ, അതിനുള്ള യോഗ്യതയുണ്ടോ എന്ന് നോക്കുന്ന ഒരു കാലാണ്. ഇപ്പൊ സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലെ ഹ്യൂമൻ റിസോഴ്സ് മന്ത്രാലയം ചെയ്യുന്നത്, ഓരോ തൊഴിൽ മേഖലയിലും ജോലി ചെയ്യുന്നവർക്ക് ആ രംഗത്തുള്ള വൈദഗ്ധ്യവും പരിശീലനവും പാഠവും അതിനുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷനും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ചില ആളുകൾക്ക്, ചില ടെക്നീഷ്യൻസിന് എല്ലാ കഴിവുണ്ടാവും, പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല. അത്തരം ആളുകളെ വേണ്ടതില്ല എന്ന നിലക്ക് തൊഴിൽ രംഗത്ത് പരിഷ്കാരങ്ങൾ പല രാജ്യങ്ങളും നടപ്പിലാക്കുന്ന ഒരു കാലാണ്. അപ്പോൾ നമ്മുടെ മേഖലയ്ക്ക് ആവശ്യമായ പഠനം ഉണ്ടാവണം എന്നതുപോലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് നമുക്ക് അറിയാലോ, ആ ജോലി ഇസ്ലാമികമായി പറ്റുന്നതാണോ അല്ലേ എന്നത് നോക്കാം. വളരെ കുറച്ച് ജോലികൾ മാത്രമേ ഇസ്ലാമിക മൂല്യങ്ങളോട് അലൈൻ ആവാത്ത, യോജിക്കാത്തതുള്ളൂ. ഏറെക്കുറെ എല്ലാ കോഴ്സുകളും മുസ്ലിം സമുദായത്തിന് അനുവദിക്കപ്പെട്ടതും ആ രംഗത്ത് മുസ്ലിമീങ്ങളുടെ പ്രാതിനിധ്യം ആവശ്യവുമാണ്. അപ്പോൾ നമ്മൾക്ക് അറിയാം ഇത് പഠിച്ചാൽ എന്തായിരിക്കും. അതുകൊണ്ട് ആ കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കണോ വേണ്ടേ എന്നത് നമ്മൾ ഗൗരവമായി ചിന്തിക്കുക. അതല്ലാതെ 10-15 കൊല്ലം ഒരു ജോലിയൊക്കെ ചെയ്ത് പിന്നെ ഒരു ദീനാണ്ട് കയറുക, ഞാൻ പഠിച്ചത് ഇത്, ജോലി ഇത് ഹറാമാണോ, എങ്ങനെ ഞാൻ ജീവിക്കാം, ഒരു മനസ്സമാധാനമല്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരു രീതിയേക്കാൾ മുൻകൂട്ടി ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളൊരു കാഴ്ചപ്പാടുണ്ടാക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്നത് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന, ദുനിയാവും പരലോകവും രണ്ടും നമുക്ക് വേണം. അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം കിട്ടുന്ന സെലക്ഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും മക്കളിലും കൺകുളിർമയും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ ഖുർആനും സുന്നത്തും സ്വഹാബത്ത് ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുഷ്ഠിച്ചതുപോലെ ഉൾക്കൊള്ളുവാനുള്ള മനസ്സും താല്പര്യവും തൻ്റെടവും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ഇസ്ലാം ഗൗരവമായി സമീപിച്ച ശിർക്ക്, ബിദ്അത്ത്, ഹറാമുകളെ ജാഗ്രതയോടെ സമീപിക്കുന്ന, ആ രംഗത്ത് ദൈവിക താല്പര്യത്തിന് പ്രാമുഖ്യം നൽകുന്ന, പ്രവാചക സുന്നത്തുകളോട് പ്രതിബദ്ധത പുലർത്തുന്ന ആദർശബോധമുള്ളവരായി ജീവിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം വിഷമതകളും സംഘർഷങ്ങളും പരീക്ഷണങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, ആഫിയത്തും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മഴ ലഭിക്കാതെ പ്രയാസപ്പെടുന്ന, ആശങ്കരായി ജീവിക്കുന്ന പല ആളുകൾ നമ്മുടെ പല പ്രദേശങ്ങളിലുമുണ്ട്. അല്ലാഹുവേ, നിന്റെ മഹാ അനുഗ്രഹമായ മഴ വർഷിപ്പിക്കുകയും വരൾച്ചയിൽ നിന്ന്, ജലക്ഷാമത്തിൽ നിന്ന്
ഞങ്ങൾക്ക് നീ മോചനവും കാവലും നൽകി അനുഗ്രഹിക്കണമേ. മുസ്ലിമായതിന്റെ പേരിൽ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് ആളുകൾ ഫലസ്തീനിന്റെ റാഫയുടെ അതിർത്തികളിൽ, മറ്റ് ഗസയുടെ പ്രവിശ്യകളിൽ മുസ്ലിം സമുദായത്തിന് നേരെ നരനായാട്ടുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ, ആ മണ്ണിൽ ശാശ്വതമായ സമാധാനം പുനഃസ്ഥാപിച്ച് ഇസ്സത്തോട് കൂടി ജീവിക്കുവാൻ ഈ ഉമ്മത്തിന് നീ പ്രാപ്തിയും സാഹചര്യവും നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. اللهم لا تسلط علينا من لا يرحمنا ولا يخافك فينا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.